കർണാടകത്തിലെ ധർമ്മസ്ഥലയിൽ 100ഓളം പേരെ കൊന്നു കുഴിച്ചിട്ടെന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണം തുടങ്ങി. വെള്ളിയാഴ്ച പ്രദേശത്ത് മണ്ണുമാന്തി പരിശോധന നടത്താൻ പോലീസ്. പ്രായപൂർത്തിയാകാത്തവർ, പെൺകുട്ടികൾ അടക്കം ക്രൂര ബലാത്സംഗത്തിനിരയായെന്നും സൂചന. കേസെടുത്ത കോടതി നിർദ്ദേശത്തെ തുടർന്ന് ന്യൂസ് ഇനി അതിഥിയുടെ സമയമാണ്. സോഷ്യൽ മീഡിയ വാഴുന്ന കാലമാണിത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് നമ്പർ 1 ആയി നിൽക്കുന്നത് ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണയുടെ പ്രസവമാണ്. ഒരു ഫാമിലി മുഴുവനും ഡെലിവറി റൂമിൽ എത്തിയതിനെ കുറിച്ചൊക്കെ വലിയ ചർച്ച നടക്കുന്നുണ്ട്. അതിൽ പ്രസവത്തിന് പോകും മുൻപ് എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷനെ കുറിച്ച് ദിയ പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രാൺ ഫെർട്ടിലിറ്റി ആൻഡ് വെൽ വുമൺ സെന്റർ MDയും ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ അനുപമ ആർ നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ, സ്വാഗതം ന്യൂസ് 3യിലേക്ക്. ഡോക്ടർ, എന്താണ് ആ ഇഞ്ചക്ഷൻ, എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷനെ കുറിച്ച് വിശദമായിട്ട് അറിയേണ്ടതുണ്ട്. ഒരുപാട് പേർ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്താണ് എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം ഡോക്ടർ. തീർച്ചയായിട്ടും. എപ്പിഡ്യൂറൽ അനാൽജീസിയ എന്നാണ് അതിന് പറയുന്നത്. അത് ലേബർ അനാൽജീസിയ എന്ന് പറയുന്ന ഒരു രീതിയാണത്. അത് മുൻകാലങ്ങൾ തൊട്ടേ ഒരുപാട് വർഷങ്ങളായിട്ട് പ്രാബല്യത്തിലുള്ള ഒരു ചികിത്സാ രീതി തന്നെയാണ്. അതിന്റെ ഒരു പ്രത്യേകത